വെൽക്കം ടു ആക്സണാസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ കണ്ടിന്യൂഷൻ പാർട്ടാണിത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 12 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സെക്ഷൻ എയിൽ തന്നെ വരുന്നതായിരുന്നു. ഫുൾ MCQs ആണ്. നമുക്കിനി ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയായിരുന്നു? 13th ക്വസ്റ്റ്യൻ നോക്കാം. ഡിബഞ്ചേഴ്സ് ആർ എ ടൈപ്പ് ഓഫ് ഓപ്ഷൻ എ ഇക്വിറ്റി ഫിനാൻസിങ്, ബി ഡെപ്റ്റ് ഫിനാൻസിങ്, സി ഷോർട്ട് ടേം ഫിനാൻസിങ് ആൻഡ് ഡി ഗവൺമെൻറ് സബ്സിഡി. എന്താണ് ഡിബഞ്ചർ? ഡിബഞ്ചർ എന്ന് കേട്ടിട്ടില്ലേ? പച്ച മലയാളത്തിൽ ഡിബഞ്ചറിനെ നമ്മൾ കടപ്പത്രങ്ങൾ എന്ന് പറയും. എന്താണ് ഡിബഞ്ചർ? ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണത് അല്ലേ? നമ്മുടെ ബോറോഡ് ഫണ്ടിൽ വരുന്നതാണ് ഡിബഞ്ചർ. ഡിബഞ്ചറിന് എന്ത് കിട്ടും? ഒരു ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് ആണ്. ഡിബഞ്ചർ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിന് എന്ത് കിട്ടും? അതിൽ നിന്നും ഇൻട്രസ്റ്റ് കിട്ടും. 6%, 5% അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഡിബഞ്ചർ എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ തന്നെ അതായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബോറോഡ് ഫണ്ടാണെന്ന്. സോ ബിക്കോസ് ഒരു ഡെപ്റ്റ് ഫിനാൻസിങ് ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഡിബഞ്ചേഴ്സ് ആർ എ ടൈപ്പ് ഓഫ് എന്താണ്? ഡെപ്റ്റ് ഫിനാൻസിങ് ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, ഡെപ്റ്റ് ഫിനാൻസിങ്. ഓക്കെ, ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്റ്റ്, കടം എന്നാണ് ഡെപ്റ്റിൻ്റെ മീനിങ്. സോ ഇവിടെ ഡെപ്റ്റ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കടം വാങ്ങിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ബോറോ ചെയ്തിട്ട് മറ്റുള്ളവരുടെ നിന്ന് വാങ്ങിയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക ഇൻസ്ട്രുമെൻറ്റ്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്? നമ്മുടെ ഡിബഞ്ചർ, അതുപോലെ തന്നെ ബോണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഡെപ്റ്റ് ഫിനാൻസിങ് ആണ്. ഇക്വിറ്റി ഫിനാൻസിങ്ങിൽ എന്തായാലും വരിക ഇക്വിറ്റി ഷെയർസ് മാത്രമേ ഉള്ളൂ. ദെൻ ഷോർട്ട് ടേം ഫിനാൻസിങ്ങിൽ നമ്മുടെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് വരിക. ദെൻ ഗവൺമെൻറ് സബ്സിഡി, അത് ഗവൺമെൻറ്റിൻ്റെ തന്നെ സബ്സിഡി വേറെ പേരിൽ നമുക്ക് തരും. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിട്ടുള്ള ഡിബഞ്ചേഴ്സ് ആർ എ ടൈപ്പ് ഓഫ്, ഡിബഞ്ചേഴ്സ് ഏത് ടൈപ്പാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ടൈപ്പ് ഫിനാൻസിങ് ആണ്? ഇറ്റ് ഈസ് ഡെപ്റ്റ് ഫിനാൻസിങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 14th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഇൻറ്റേർണൽ ട്രേഡ്? ഇൻറ്റേർണൽ ട്രേഡിൽ വരാത്ത അല്ലെങ്കിൽ ഇൻറ്റേർണൽ ട്രേഡിൻ്റെ ടൈപ്പ് അല്ലാത്തത് ഇതിലേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ഹോൾസെയിൽ ട്രേഡ്, ബി റീറ്റെയിൽ ട്രേഡ്, സി ഇമ്പോർട്ട് ട്രേഡ് ആൻഡ് ഡി ലോക്കൽ ട്രേഡ്. എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇമ്പോർട്ട് ട്രേഡിൽ വരാത്തത് അല്ലെങ്കിൽ ഇമ്പോർട്ട് ട്രേഡിൻ്റെ ഒരു ടൈപ്പ് അല്ലാത്തത് ഈ 4 ഓപ്ഷനിൽ ഏതാണ്? ഇമ്പോർട്ട് ട്രേഡ് അല്ല, സോറി, ഇൻറ്റേർണൽ ട്രേഡ്. ഞാൻ ഇമ്പോർട്ടാണെന്ന് പറഞ്ഞത് ഇൻറ്റേർണൽ ട്രേഡാണ് കേട്ടോ. ഓക്കെ, ബിക്കോസ് ദാറ്റ് ഇൻറ്റേർണൽ ട്രേഡ്. എന്താണ് ഇൻറ്റേർണൽ ട്രേഡ്? ഇൻറ്റേർണൽ ട്രേഡ് ഞാൻ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടെ പറയാം. ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തിൻ ദ കൺട്രി. ട്രേഡിംഗ് ഓർ ദ ട്രേഡ് ടേക്സ് പ്ലേസ് വിത്തിൻ ദ കൺട്രിയാണ്. ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കകത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ മാത്രം ബിസിനസ് നടക്കുക, അല്ലെങ്കിൽ ആ ബിസിനസ് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യുക, ആ കച്ചവടം, ആ ഒരു ട്രേഡ് നടക്കുന്നതിനാണ് എന്തെന്ന് പറയാം? ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയാം. സോ ഇൻറ്റേർണൽ ട്രേഡിൽ അതിൻ്റെ ടൈപ്പ് അല്ലാത്തത് ഏതാണ്? ഹോൾസെയിൽ ഉണ്ട്, റീറ്റെയിൽ ഉണ്ട്, ഇമ്പോർട്ട് ഉണ്ട്, ലോക്കൽ ഉണ്ട്. ഏതായിരിക്കും? ഇമ്പോർട്ട് ആയിരിക്കില്ലേ? കാരണം ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇമ്പോർട്ട് ട്രേഡ്, ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറക്കുമതി അല്ലേ? മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കാണ്. അപ്പോൾ തന്നെ നമ്മൾ ഇൻറ്റേർണൽ ട്രേഡ് ആണെന്ന് പറയാൻ പറ്റില്ല. മറ്റൊരു രാജ്യത്തിൽ നിന്ന്, മേ ബി ഫോറിൻ കൺട്രീസിലൊക്കെയാണ് നമ്മൾ ഇറക്കുക. സോ മറ്റു രാജ്യത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമ്പോൾ അതിലെപ്പോഴും എന്തായിരിക്കും? നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ രാജ്യം എന്തായിരിക്കും? മറ്റൊരു രാജ്യമായിരിക്കും. സോ ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഉള്ളിൽ മാത്രം നടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ ട്രേഡും ഇമ്പോർട്ട് ട്രേഡും ഒന്നല്ല, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ട്രേഡിൽ വരുന്നതല്ല നമ്മുടെ ഇമ്പോർട്ട് ട്രേഡ്. സോ നമ്മുടെ ആൻസർ എന്താണ്? ഇമ്പോർട്ട് ട്രേഡാണ്. നമ്മുടെ ചോദ്യം അതായിരുന്നില്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഇൻറ്റേർണൽ ട്രേഡ്? ഇൻറ്റേർണൽ ട്രേഡിൻ്റെ ടൈപ്പ് അല്ലാത്തത് ഏതാണ്? ഇറ്റ് ഈസ് ഇമ്പോർട്ട് ട്രേഡ്. ഓക്കെ, മറ്റതൊക്കെ എന്താ? ഹോൾസെയിൽ, റീറ്റെയിൽ, ലോക്കൽ ട്രേഡ്. ഹോൾസെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോൾസെയിൽ ട്രേഡ് നമ്മൾ മാനുഫാക്ചർ എടുക്കുന്നത് നേരിട്ട് പോയി വാങ്ങിയിട്ട് നമ്മൾ മറ്റുള്ള ചെറുകിട കച്ചവടക്കാർക്കാണെങ്കിൽ നമുക്ക് വീണ്ടും നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതാണ് ഹോൾസെയിലേഴ്സ്. ഹോൾസെയിലേഴ്സ് കുറച്ച് വില കുറച്ചിട്ടായിരിക്കും, റീറ്റെയിൽസിനേക്കാളും വില കുറച്ചിട്ടാണ് ഹോൾസെയിലേഴ്സ് കൊടുക്കുക. നമ്മൾ ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ കിട്ടുന്ന കടകളൊക്കെ കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ഹോൾസെയിൽ ട്രേഡ്, ഹോൾസെയിലേഴ്സ് എപ്പോഴും എന്തായിരിക്കും? വിത്തിൻ ദ കൺട്രി ആയിരിക്കും. അത് ഇൻറ്റേർണൽ ട്രേഡിൻ്റെ ഒരു ഭാഗമാണ്. റീറ്റെയിൽ ട്രേഡ് പറഞ്ഞു, ഈ ഹോൾസെയിലേഴ്സിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആൾക്കാർക്ക്, നമ്മുടെ ആവശ്യക്കാർക്ക് എത്തിക്കുന്നവരാണ് റീറ്റെയിലേഴ്സ്. അതും എന്താണ്? നമ്മുടെ ഇൻറ്റേർണൽ ട്രേഡിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ്. ദെൻ ലോക്കൽ ട്രേഡ്. ലോക്കൽ ട്രേഡ് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ, ലോക്കൽ, വിച്ച് ഇസ് ഓൾസോ വിത്തിൻ ദ കൺട്രി ആണ്. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇമ്പോർട്ട് ട്രേഡാണ്. ഇമ്പോർട്ട് ട്രേഡാണ് അപ്പോൾ ഇൻറ്റേർണൽ ട്രേഡിൻ്റെ ഭാഗം അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15th ക്വസ്റ്റ്യൻ. The first step in the controlling process is
നമ്മുടെ കൺട്രോളിംഗ് പ്രോസസ്സിൽ വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ഓപ്ഷൻ എ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്, ബി സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, സി കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് ഡി ഐഡൻറ്റിഫയിങ് ഡീവിയേഷൻസ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ എന്താണ്? നമ്മുടെ കൺട്രോളിങ്ങിൽ വരുന്ന സ്റ്റെപ്സ് ആണ്. കൺട്രോളിംഗ് പ്രോസസ്സിൽ ഏതായിരിക്കും ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്? ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ, സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്, കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ്, ഐഡൻറ്റിഫയിങ് ഡീവിയേഷൻസ്. എന്തായിരിക്കും? സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. ആദ്യം തന്നെ അതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ ബി. ആദ്യം തന്നെ നമ്മൾ ഒരു പെർഫോമൻസ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ളതിലേക്ക് പോകുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക? ആക്ച്വൽ പെർഫോമൻസും വന്നതിന് ശേഷം ദെൻ നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ഇഫ് ദർ ഈസ് എനി ഡീവിയേഷൻസ് ഫൗണ്ട് ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്. ഓക്കെ, ഇത് ലാസ്റ്റിൽ വരുന്നതാണ്. സോ നമ്മുടെ ഫസ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. കൺട്രോളിംഗ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ 15th ക്വസ്റ്റ്യൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമ്പണൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്? ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ കോമ്പണൻറ്റ്, അതിൻ്റെ ഒരു ഘടകം, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു ഘടകം ഈ താഴെ പറയുന്നതിൽ ഏതാണ്? എ ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, മേക്കിംഗ് ബിസിനസ് പോളിസീസ്, മാനേജിങ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ടു കസ്റ്റമേഴ്സ്. എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? എന്താണ്? സാമ്പത്തികമായിട്ടുള്ള നമ്മളെ പ്ലാനിങ്, ആസൂത്രണം, സാമ്പത്തിക ആസൂത്രണം എന്നതൊന്നതിൻ്റെ മലയാളം. സോ നമ്മൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഒരു കോമ്പണൻറ്റ് ഇതിൽ ഏതൊക്കെയാണ്? ഐ തിങ്ക് നമ്മുടെ ഇതാണ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൻ്റെ കേസ്. നമ്മൾ ക്യാപിറ്റൽ, മൂലധനം, അതിൻ്റെ റിക്വയർമെൻറ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കോമ്പണൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു എലമെൻ്റ് ആണ്. വൈ? നമ്മൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. സോ വി ഹാവ് ടു ഡിറ്റർമൈൻ ദ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഓക്കെ, ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, ക്യാപിറ്റലിൻ്റെ ആവശ്യകത, ഇത് നമ്മൾ എന്തായിരിക്കണം? നമ്മൾ ആദ്യം തന്നെ കണ്ടെത്തിയിരിക്കണം. ഓക്കെ, സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ആണ്. ബാക്കിയുള്ളത് എന്താ? മേക്കിംഗ് ബിസിനസ് പോളിസീസ്. അത് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ വരുന്നതല്ല, നമ്മൾ സാധാരണ ഒരു ഓർഗനൈസേഷനിൽ സാധാരണ ഡിസിഷൻസ് എടുക്കുന്നതാണ് ബിസിനസ് പോളിസീസ് എടുക്കുക എന്നുള്ളതൊക്കെ. ദെൻ മാനേജിങ് ഹ്യൂമൻ റിസോഴ്സസ്, അതൊരു HR-ൻ്റെ ഒരു എന്താണ് റെസ്പോൺസിബിലിറ്റി ആണ്. ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക മാനേജേഴ്സാണ് ചെയ്യുന്നത്. ദെൻ സെല്ലിംഗ് ഗുഡ്സ് ടു കസ്റ്റമേഴ്സ്, അതൊന്നും ഒരിക്കലും നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ വരുന്നതല്ല. ഓക്കെ, സോ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു കോമ്പണൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആണ്. ഓക്കെ, അതാണ് നമ്മുടെ 16th ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഓപ്ഷൻ എ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 17th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ലീഗൽ എൻവയൺമെൻറ്റ്? എഗെയിൻ നമ്മുടെ ബിസിനസ് എൻവയൺമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ലീഗൽ എൻവയൺമെൻറ്റിൻ്റെ എക്സാമ്പിൾ ഈ പറയുന്ന 4 എണ്ണത്തിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലീഗൽ എൻവയൺമെൻറ്റിൻ്റെ. ഓക്കെ, ലീഗൽ എൻവയൺമെൻറ്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീഗൽ എൻവയൺമെൻറ്റിൻ്റെ എക്സാമ്പിൾസ് ചോദിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസ് തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുക. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്? ലീഗലാണ്, നിയമം റിലേറ്റഡ് ആണ് ലീഗൽ. ഓക്കെ, സോ എന്തായിരിക്കും? കൂടുതലെന്ന് പറഞ്ഞാൽ മെജോറിറ്റി എന്താണ്? ഇങ്ങനെ ചോദിക്കുമ്പോൾ ഏതെങ്കിലും ആക്റ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ലീഗൽ എൻവയൺമെൻറ്റ്, അല്ലെങ്കിൽ ലീഗൽ എൻവയൺമെൻറ്റിന് റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ആക്റ്റുകൾ, അതായത് ACT ആക്ട്, നമ്മുടെ നിയമങ്ങൾ. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ നോക്കൂ. ഓപ്ഷൻ എ ബാങ്കിങ് പോളിസീസ്, ബി ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, സി ഇൻഫ്ലേഷൻ റേറ്റ് ആൻഡ് ഡി പോപ്പുലേഷൻ ഗ്രോത്ത്. ഇവിടെ ഏതാണ് ആക്ട് വന്നിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്. സോ ലീഗൽ എൻവയൺമെൻറ്റിൻ്റെ എക്സാമ്പിൾ തീർച്ചയായിട്ടും എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത്. ഓക്കെ, ബാങ്കിങ് പോളിസീസ്, ഇൻഫ്ലേഷൻ റേറ്റ്, പോപ്പുലേഷൻ ഗ്രോത്ത്, ഇതൊന്നും എന്തുകൊണ്ടല്ല? പോപ്പുലേഷൻ ഗ്രോത്ത് നോക്കൂ, അതെന്താണ്? അത് ഡെമോഗ്രഫിക് എൻവയൺമെൻ്റ് ആണ്, പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? പോപ്പുലേഷൻ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണ്? ജനസംഖ്യയൊക്കെ എന്താണ്? നമ്മുടെ ഡെമോഗ്രഫിക് എൻവയൺമെൻ്റ് ആണ്. സോ ഓപ്ഷൻ ഡി അല്ല. ദെൻ എയും സിയും എന്താ? ബാങ്കിങ് പോളിസീസ്, അതുപോലെ ഇൻഫ്ലേഷൻ റേറ്റ്,
അത് രണ്ടും എന്തല്ല, ലീഗൽ അല്ല, പകരം എന്താണ്, എക്കണോമിക് എൻവയൺമെൻ്റ് ആണ്. ഓക്കെ, സാമ്പത്തികപരമായുള്ള കാര്യങ്ങളാണ് ബാങ്കിങ് പോളിസീസ്, ഇൻഫ്ലേഷൻ റേറ്റ്, നമ്മുടെ പണപ്പെരുപ്പം എന്നൊക്കെ പറയും. അതൊക്കെ എന്താണ്, നമ്മുടെ എക്കണോമിക് എൻവയൺമെൻ്റ് ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ലീഗൽ എൻവയൺമെൻറ്റിൻ്റെ എക്സാമ്പിൾ ആക്ട് ആണ്, ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 18th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്? ഈ താഴെ പറയുന്ന ഓപ്ഷനിൽ ഏതോ ഒന്ന് എന്തല്ല, നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻ്റ് അല്ല. ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ട്രേഡ് ചെയ്യുന്ന ഒരു ഐറ്റം, ഒരു സെക്യൂരിറ്റി. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? എ കൊമേഴ്ഷ്യൽ പേപ്പർ, ബി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, സി ട്രഷറി ബിൽസ് ആൻഡ് ഡി കൺസ്യൂമർ ഗുഡ്സ്. കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻ്റ് അല്ലാത്തത് ഏതാണ്? ഇറ്റ് ഈസ് കൺസ്യൂമർ ഗുഡ്സ്. ഉറപ്പല്ലേ? കൺസ്യൂമർ ഗുഡ്സ് ഒന്നും നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യില്ല. ഓക്കെ, കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഇൻസ്ട്രുമെൻ്റ് എന്നല്ല, ദീസ് ആർ സം കൈൻഡ് ഓഫ് ഗുഡ്സ് വിച്ച് ആർ എന്താണ്, നമ്മുടെ എന്താ പറയുക, ലൈക്ക് നമ്മുടെ ഡേ ടു ഡേ നീഡ്സ്, അല്ലെങ്കിൽ ഡേ ടു ഡേ ആയിട്ട് വരുന്ന, നമുക്ക് ഡെയിലി വരുന്ന നമ്മുടെ നീഡ്സിനൊക്കെ വേണ്ട കുറച്ച് ഐറ്റംസിലാണ് കൺസ്യൂമർ ഗുഡ്സ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പബ്ലിക്കിന് അത്രയും നെസസറി ഗുഡ്സ് ആണ് എന്ത്, നമ്മുടെ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കൺസ്യൂമേഴ്സിന് അത്രയും ആവശ്യകതയുള്ള ഗുഡ്സ്. ഓക്കെ, മറ്റൊക്കെ എന്താ, കൊമേഴ്ഷ്യൽ പേപ്പറും സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റും ട്രഷറി ബില്ലും. അത് മൂന്നും എന്താണ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. എസ്പെഷ്യലി ഇത് മൂന്നും എന്താണ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ബിക്കോസ് എന്താണ്, ദീസ് ത്രീ ആർ ഷോർട്ട് ടേം ഇൻ നേച്ചർ, ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആണ്. ഇതിന് നമ്മൾ എന്തെന്ന് പറയും, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നും പറയും. ഇത് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് കൊടുക്കുന്ന ഒരു റെസിപ്റ്റാണ്, ടൈപ്പ് ഓഫ് റെസിപ്റ്റാണ് ഇത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ട്രഷറി ബില്ല് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നതാണ് ട്രഷറീസ്. ഓക്കെ, സോ നമ്മുടെ ഈ മൂന്നെണ്ണം എന്താണ്, ബാക്കി നമ്മുടെ ആൻസർ അല്ലാത്ത ബാക്കി മൂന്നെണ്ണം ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. മോസ്റ്റ് എസ്പെഷ്യലി എന്താണ്, നമ്മുടെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഓക്കെ, ഷോർട്ട് ടേം ആണ്, അവരുടെ ഡ്യൂറേഷൻ എന്തായിരിക്കും, അതായത് മെച്യൂരിറ്റി എന്താണ്, വെരി വെരി ഷോർട്ട് പീരീഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ട്രഷറി ബില്ലിനെ ടി ബിൽ എന്ന് പറയാം, ടി ബിൽ. നമ്മുടെ ആൻസർ എന്തായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഗുഡ്സ് ആണ് ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 18th ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ഇനി 19th ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 19th ക്വസ്റ്റ്യൻ? 19ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗവൺമെൻറ് സ്കീംസ് സപ്പോർട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ? സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ഇന്ത്യയിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന, സെൽഫ് എംപ്ലോയ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ് സ്കീം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഗവൺമെൻറ് സ്കീമാണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻ എ പ്രധാൻ മന്ത്രി ആവാസ് യോജന, ബി മുദ്ര ലോൺ സ്കീം, സി മിഡ് ഡേ മീൽ സ്കീം ആൻഡ് ഡി സർവശിക്ഷ അഭിയാൻ. നമ്മുടെ സെൽഫ് എംപ്ലോയ്മെൻറ്റിനെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇന്ത്യയിൽ ഗവൺമെൻറ് സ്കീമാണ് ഇന്ത്യയിൽ. അതേതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. അത് ഓപ്ഷൻ ബി ആണ്, മുദ്ര ലോൺ സ്കീം. കണ്ടില്ലേ, ലോൺ തരും നമുക്കങ്ങനെ സെൽഫ് എംപ്ലോയ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മുദ്ര ലോൺ സ്കീം. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതപ്പോൾ എന്താണ്, സെൽഫ് എംപ്ലോയ്മെൻറ്റിനാണ്, യൂത്തിന്, യങ്സ്റ്റേഴ്സിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ, സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ, സ്മോൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. ദെൻ മറ്റുള്ള ഓപ്ഷൻസ് എന്താ, പ്രധാൻ മന്ത്രി ആവാസ് യോജന. നമുക്കത് നോക്കിയാൽ തന്നെ അറിയാം, പ്രധാൻ മന്ത്രി ആവാസ് യോജന. ആവാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, താമസം അല്ലെങ്കിൽ വീട് സൗകര്യം. സോ എന്താണ്, ജനങ്ങൾക്ക് വീട് പ്രൊവൈഡ് ചെയ്യുന്ന, ഹൗസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ്, ഗവൺമെൻറ് സ്കീമാണ് പ്രധാൻ മന്ത്രി ആവാസ് യോജന. ദെൻ മിഡ് ഡേ മീൽ സ്കീം. അതെന്താണ്, മിഡ് ഡേ മീൽ എന്ന് പറഞ്ഞാൽ എന്താ, ഊണ്, ഉച്ചഭക്ഷണം. ഓക്കെ, അതെന്താണ്, സ്കൂളുകളിൽ, ഗവൺമെൻറ് സ്കൂളുകളിൽ ഉച്ചഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന എന്താണ്, സ്കീമാണ്. അതിലൂടെ അവരെന്താ ഉദ്ദേശിക്കുന്നത്, എല്ലാവർക്കും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റണമെന്നില്ല. നമ്മുടെ കാര്യങ്ങളല്ല, പല ജില്ലകളിലും അല്ലെങ്കിൽ പല നാടുകളിലും അത്രത്തോളം എന്താ പറയുക, പോവേർട്ടി അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ എന്താണ്, കുറച്ചും കൂടെ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് മിഡ് ഡേ മീൽ സ്കീം. അതിലൂടെ എന്താ ചെയ്യാൻ പറ്റും, എല്ലാ കുട്ടികൾക്കും, അത് നമുക്കവിടെ പാർഷ്യാലിറ്റി ഇല്ലാതെ തന്നെ എല്ലാ കുട്ടികൾക്കും ന്യൂട്രീഷൻ എന്ത് ചെയ്യാൻ പറ്റും, എൻഷുർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് മിഡ് ഡേ മീൽ സ്കീം. ഓക്കെ, ഉച്ചഭക്ഷണം, ഗവൺമെൻറ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുക. ദെൻ ഡി സർവശിക്ഷ അഭിയാൻ.
സർവശിക്ഷ അഭിയാൻ അല്ലെങ്കിൽ SSA എന്ന് പറയും. നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ സർവശിക്ഷ അഭിയാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലോഗോ ഉണ്ടായിട്ട് കാണിക്കും. അതെന്താണ് സർവശിക്ഷ അഭിയാൻ? സ്കൂൾ റിലേറ്റഡ് ആണ്, പഠനം റിലേറ്റഡ് ആണ്. 6 to 14 ആണെന്ന് എനിക്ക് തോന്നുന്നത്. 6 years to 14 years വരെയുള്ള കുട്ടികൾക്ക് എന്താണ് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള ഒരു കമ്പൾസറി ആയിട്ട് ഫ്രീ എഡ്യൂക്കേഷൻ അതാണ് എന്ത് സർവശിക്ഷ അഭിയാൻ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആ ഒരു ഗവൺമെൻറ് സ്കീമാണ് നമ്മുടെ SSA അല്ലെങ്കിൽ സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 20th ക്വസ്റ്റ്യൻ ആണ്. ദ പേയ്മെൻറ്റ് മെത്തേഡ് ഇൻ വിച്ച് കസ്റ്റമേഴ്സ് പേ വെൻ ഗുഡ്സ് ആർ ഡെലിവേർഡ് ഈസ് കോൾഡ്. ഇത് സിമ്പിളാണല്ലോ. എന്തൊക്കെയാണ് ഓപ്ഷൻ? പ്രീപെയ്ഡ് പേയ്മെൻറ്റ്, ക്യാഷ് ഓൺ ഡെലിവറി COD, നെറ്റ് ബാങ്കിങ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്. ഇതെന്താണ്? ദ പേയ്മെൻറ്റ് മെത്തേഡ് ഇൻ വിച്ച് കസ്റ്റമേഴ്സ് പേ വെൻ ഗുഡ്സ് ആർ ഡെലിവേർഡ്. ഇതൊരു പേയ്മെൻറ്റ് മെത്തേഡാണ്. എന്താണ് പറയുന്നത്? ഗുഡ്സ് ഡെലിവേർഡ് ആയി കഴിഞ്ഞതിന് ശേഷം കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് കൊടുക്കുന്നു. അതായത് എനിക്ക് എൻ്റെ ഡെലിവറി കിട്ടിയതിന് ശേഷം മാത്രം ഞാനെന്ത് ചെയ്യുന്നു? ക്യാഷ് കൊടുക്കുന്നു. അതിന് പറയുന്ന പേരെന്താ? ഇതിലെന്താണത്? ഇറ്റ് ഈസ് ക്യാഷ് ഓൺ ഡെലിവറി. നമുക്കറിയാമല്ലോ അല്ലേ? ഓൺലൈൻ പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്, ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവരാണ് പല എന്താ പറയുക ഇതിൽ നിന്നും, ആപ്പുകളിൽ നിന്നും. നമുക്കറിയാം ക്യാഷ് ഓൺ ഡെലിവറി COD ആണ് അത്. പ്രീപെയ്ഡ് പേയ്മെൻറ്റ് എന്താണ്? അതിൻ്റെ ടേമിൽ തന്നെ ഉണ്ട്, പ്രീപെയ്ഡ് ആണ്. നമ്മൾ മുന്നേ കൊടുക്കുകയാണ്. നമുക്ക് ആ സർവീസോ അല്ലെങ്കിൽ നമ്മുടെ ഡെലിവറി കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നതിന് മുൻപേ തന്നെ എന്ത് ചെയ്യാണ്? പേയ്മെൻറ്റ് കൊടുക്കുന്നു. ഫസ്റ്റ് പേയ്മെൻറ്റ് ആഫ്റ്റർ ദാറ്റ് ദ ഡെലിവറി. അതാണ് എന്ത്? പ്രീപെയ്ഡ് പേയ്മെൻറ്റ്. നമ്മുടെ ഈ മൊബൈൽ റീചാർജൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? നമുക്കത് കിട്ടുക. ഓക്കെ, ദെൻ നെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ബാങ്കിങ് സർവീസസ് ആണ്. GPay, PhonePe എല്ലാം അത് എന്താണ് ഇതിൽ വരുന്നതാണ്. Paytm അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈവൻ നമ്മൾ ഓൺലൈൻ കൂടെ ചെയ്യുന്ന എല്ലാ ബാങ്കിങ് ട്രാൻസാക്ഷൻസും ആണ് നെറ്റ് ബാങ്കിങ്. ഇൻ്റർനെറ്റിൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെറ്റ് ബാങ്കിങ് അതാണ്. ദെൻ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്. എന്താണ് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്? ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കടം വാങ്ങുക, ക്രെഡിറ്റേഴ്സ്. ഓക്കെ, സോ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു കാർഡാണ് ക്രെഡിറ്റ് കാർഡ്. ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ആഫ്റ്റർ നമുക്ക് ക്യാഷ് ഇല്ലെങ്കിലും ഈ ഒരു കാർഡ് കൊടുത്താൽ മതി. ഇത് ബാങ്ക് ഇഷ്യൂ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടാക്കുകയല്ല. ദെൻ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഈ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് ആർക്കാണ്? നമ്മുടെ ബാങ്കിനാണ്. ഓക്കെ, സോ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്യാം? റെഡി ക്യാഷ് അവരുടെ കയ്യിലില്ലെങ്കിൽ പോലും ഈ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് സാധനങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങാം, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താം. ആഫ്റ്റർ ദാറ്റ് ആ ഒരു പീരിയഡിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ചിലവാക്കിയിട്ടുള്ള ക്യാഷ് മുഴുവൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത നീഡ്സിൻ്റെ ആ ഒരു ചിലവ് മൊത്തം ആർക്കാണ് കൊടുക്കേണ്ടത്? നമ്മുടെ ബാങ്കിനാണ്. ഈ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ബാങ്കിന് കൊടുക്കണം. അതാണ് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്. ഓക്കെ, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ. സോ ഇതോടുകൂടെ നമ്മൾ എന്ത് കഴിഞ്ഞു? സെക്ഷൻ A കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു, MCQ ആയിരുന്നു, അത് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. സെക്ഷൻ B നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.